ഹലോ കൂട്ടുകാരെ, ഇന്ന് പൊന്നാര പറഞ്ഞൊരു മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് അതുകൊണ്ട് ഞാൻ ലേശം കറി വെക്കാനും എടുത്ത് വെച്ചു. അത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഒരുക്കി വെച്ചാൽ മുളകും മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ഇവിടെ എടുത്ത് വെച്ചതാണ്. ഞാൻ അതിൽ അരവ് തേച്ചയക്കണം. ഇത് നമുക്ക് മസാല അരച്ചൊരു കറി വെക്കാം. തേങ്ങയൊക്കെ വറുത്തരച്ച് മസാല അരച്ചിട്ട് ഒരു കറി വെക്കാം. ആരാന്നാണ് ഈ മീനിൻ്റെ പേര്. ഞാൻ ഇതൊന്ന് യോജിപ്പിച്ച് വെക്കട്ടെ. പൊരിക്കാനുള്ളത് ഒന്ന് അരവ് ചേർത്ത് വെക്കട്ടെ. അപ്പം നന്നായി അരവ് തേച്ച് വെക്കട്ടെ. എന്നാലേ ഇതിൽ ഉപ്പൊക്കെ പിടിച്ച് വരുള്ളൂ. അപ്പോഴേക്ക് നമുക്ക് കറി ഒന്ന് തയ്യാറാക്കിയിട്ട് ഇതിൽ ഈ അരവൊക്കെ തേച്ച് വെക്കും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കറി തയ്യാറാക്കിയെടുക്കാം. ഇത് അരവ് തേച്ചതിന് ശേഷം നല്ലൊരു തരം മീനാണിത്. പൊന്നാരെന്ന് അതിൻ്റെ പേര് പറഞ്ഞു. ഇതിൻ്റെ പേര് വേറെ നാട്ടിലൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. ഇത് ഇവിടേക്ക് ഇതാ പറഞ്ഞു വന്നത് പൊന്നാരയാണ് ഈ മീനെന്ന്. എന്നാ ശരി, ഇങ്ങനെ വെക്കട്ടെ. കത്തിക്കുക. ഇതിൻ്റെ ഒക്കെ അടുപ്പത്ത് വെച്ച് നമുക്ക് ആ നാളികേരം ഒന്ന് വറുത്തെടുക്കണം. ഇതിൽ ഞാൻ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കുറച്ച് പെരുംജീരകവും ഇടണം. വലിയ ജീരകത്തിനാണ് ഞങ്ങൾ പെരുംജീരകം എന്ന് പറയുന്നത്. അതും ഇടണം. ഇനി മൂപ്പിച്ചെടുക്കട്ടെ. ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കട്ടെ. എല്ലാതും കൂടി കൂട്ടി അരയ്ക്കണം. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടണി. എന്തായിരുന്നു ഈ മീനിന്റെ പേര്? പൊന്നാര. ആ മീനിന്റെ പേര് വേഗം എൻ്റെ വായിൽ വരൂല. വേഗം തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇനിയും തുടരെ ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ടോ. കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ചെയ്യണം. കാര്യത്തിലേക്ക് എത്തിക്കും വേണം. ഇതൊന്ന് നമുക്ക് അരച്ചെടുക്കണം. ഇതെല്ലാം ചുവക്ക വറുത്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടിരണം. ഇതെല്ലതും കൂടി ഇനി അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൽ ലേശം എണ്ണ ഒഴിക്കുക. ഈ ഉള്ളി പച്ചമുളകും വലിയ ഉള്ളി ഞാൻ ഒരു ഉള്ളി എടുത്ത് ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇത് ഉള്ളി ഒന്ന് വാട്ടിയിരിക്കട്ടെ. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. വേഗം വാടി കിട്ടും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് വാടി കിട്ടും. വാടി വരുമ്പോഴേക്ക് ഞാനിതൊന്ന് അരച്ചെടുക്കും. അമ്മേൻ്റെ അരക്കൽ കഴിഞ്ഞു. ഇത് വാട്ടിയിരിക്കട്ടെ. ഇത് അതിൻ്റെ ശേഷം നമുക്ക് പുളിവെള്ളം വെച്ച് ഇത് കുറച്ച് സമയം പിടിക്കും ഇങ്ങനെ വാടി കിട്ടാൻ. വേഗമാവും. ലോ ഫ്ലെയിമിൽ
ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലാതെ പാടണ്ട, കുറച്ച് പാടിയാൽ മതി. തക്കാളിയൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. ഒതുങ്ങി കിട്ടിയാൽ മതി. ഇതിലിപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് വാടി കിട്ടട്ടെ. നമുക്ക് കരിവേപ്പിൻ്റെ ഇടുക. രാത്രിക്ക് ഉള്ള ഒരു കറിയാണിത്. ഇത് കിട്ടിയ മീനാണ് ഇപ്പം അത്. ഇതിപ്പോൾ ഒരുവിധം വാടിയിട്ടുണ്ട്. ഞാനത് ഇറക്കി വെച്ചിട്ടെ. ഞാൻ പുളിവെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ ഇവിടുന്നാണ് വീഡിയോ എടുക്കണത്, അതുകൊണ്ട് സൂക്ഷിക്കണം. എനിക്ക് കൈമ തട്ടുന്നു. പുളിവെള്ളത്തിലേക്ക് നമുക്ക് ഈ ഉള്ളി വാട്ടിയതൊക്കെ ഇട്ട് വെക്കാം. അമ്മമ്മ അങ്ങനെ പറയുന്നോണ്ട് ഞാനും അത് നോക്കി പഠിക്കുകയാണ്. അപ്പോൾ അതെ, ലിയക്ക് പഠിക്കൂട്ടത്. ലിയ കറി വെക്കാനൊക്കെ ലിയക്ക് ഏകദേശം പഠിഞ്ഞു വന്നാണ്. അമ്മമ്മ എല്ലാ ഡിഷുകളും ഉണ്ടാക്കുമ്പോ ഇനി നമ്മള് പൊരിക്കടികളൊക്കെ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞങ്ങൾ അങ്ങനത്തെ പൊരിക്കടികൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പൊരിക്കടി. ഇത് നമ്മൾ ഈ അരച്ച് വെച്ച അരവ് അതിലേക്ക് ഒഴിക്കാം. ഞങ്ങൾക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഞങ്ങൾ ഒരു പ്ലേ ബട്ടൺ കിട്ടാനായിട്ടാണ്. അത് ഞങ്ങളെന്നും അതാണ് എന്നും പ്രാർത്ഥിക്കുക. ഞങ്ങൾ എന്താണ് കുടുംബത്തിൽ 2-3 ആൾക്കാർക്ക് ഉണ്ട് യൂട്യൂബ് ചാനൽ. കുറേ യൂട്യൂബ് ചാനലുള്ള ആൾക്കാർക്കുണ്ട്. ഇപ്പം അങ്ങോട്ടായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. ഇത് തിളച്ച് വരട്ടെട്ടോ. എനിക്ക് പിന്നെ ഈ തീ കൊണ്ട് കളിക്കാനൊക്കെ നല്ല പേടി. ഈ അരവ് നല്ലോണം തേച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഈ മീനായിട്ടിടണം. അതിലിടണം. ആ ഉയരത്ത് കയറിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എല്ലാ പൊസിഷനിലും നിൽക്കണമെങ്കിൽ നമ്മൾ ആ സ്റ്റാൻഡ് വാങ്ങണം. തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ മീൻ ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇപ്പം 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. ഇത് വെന്ത് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് വാങ്ങി വയ്ക്കാം നമുക്ക്. ഇനി ഒന്ന് വറവിടണം. ഇനി നമുക്ക് അതൊന്ന് വറവിടാം. ഇത് വറവിടാൻ ഞാൻ വെറും ചെറിയ ഉള്ളി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. കരിവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളി മാത്രമേ ഇട്ടു. ഇതിൻ്റെ മേൽ വന്നിട്ട് ഇതായിട്ട് പൊഴിക്കണം. ഇത് കാരണം പപ്പടം കാച്ചിയിട്ട് മീൻ പൊരിക്കാൻ. മൂത്ത് വരുന്നുണ്ട്. നമുക്ക് കരിവേപ്പിൻ്റെ ഇടാം. ഇത് ഓഫാക്കാം.